മേക്കപ്പ് ഒത്തിരി യൂസ് ചെയ്യുന്ന സ്കിന്ന് ഡാമേജ് ആണോ എന്ന് പലർക്കും ഡൗട്ടില്ലേ. ഞാനൊരു 2 years ആയിട്ട് ഇപ്പോൾ ഫേസിൽ ഫൗണ്ടേഷനോ പ്രൈമേഴ്സോ അങ്ങനത്തെ ഒന്നും തന്നെ യൂസ് ചെയ്യുന്നില്ല. കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുന്ന അനുസരിച്ച് ഫേസ് വാഷ് ചെയ്യുന്ന ഡ്രൈനെസ് കൂടുന്നതല്ലാതെ ആ ഒരു ടൈമിൽ നമ്മുടെ ഫേസിന് ഒരു ഗ്ലോ കിട്ടും. പക്ഷെ അത് കഴിഞ്ഞ് അല്ലെങ്കിൽ ഒരു ഭംഗി കിട്ടും. അത് കഴിയുമ്പോൾ നമുക്ക് അത്രയും ഇഷ്യൂസാണ്. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ യൂസ് ചെയ്യുന്നതിനേക്കാളും കുറച്ചുകൊണ്ട് വരുന്നതായിരിക്കും നല്ലത്. നോർമലി നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന മോയ്സ്ചറൈസറും സൺസ്ക്രീനും ബെസ്റ്റാണ്. ഡെയിലി യൂസ് ചെയ്യുക, അതാണ് നമ്മുടെ സ്കിന്നിന് ഏറ്റവും നല്ലത്. പലപ്പോഴും ഞാൻ വീഡിയോയിൽ പറഞ്ഞ ടിൻറ്റഡ് പ്രോഡക്ട്സ്, അതായത് ടിൻറ്റഡ് സൺസ്ക്രീൻ, അതായത് ടിൻറ്റഡ് സൺസ്ക്രീൻ എന്ന് പറഞ്ഞാൽ ഞാൻ എപ്പോഴും പോക്കറ്റിൽ കൊണ്ടുനടക്കുന്ന ഒരു നമ്മുടെ ഫോക്സ്റ്റൈലിൻ്റെ പ്രോഡക്റ്റാണ്. ടിൻറ്റഡ് സൺസ്ക്രീൻ ബെസ്റ്റ് വൺ ആണ്. അപ്പോൾ നിങ്ങൾക്ക് പ്രൈമർ എഫക്റ്റ് നമ്മുടെ ഫേസിൽ വേണമെങ്കിൽ നമുക്ക് ജെൽ ടൈപ്പ് വരുന്ന മോയ്സ്ചറൈസറും അതുപോലത്തെ സൺസ്ക്രീൻ മിക്സ് ചെയ്ത് ടിൻറ്റഡ് സൺസ്ക്രീനും കൂടെ മിക്സ് ചെയ്ത് യൂസ് ചെയ്ത് നോക്കി നിങ്ങൾക്കൊരു പ്രൈമർ എഫക്റ്റ് കിട്ടും ഫേസിന്. അത് എനിക്ക് തോന്നിയൊരു കാര്യമാണ്. ഞാനിപ്പോൾ അത് യൂസ് ചെയ്യുന്നതുകൊണ്ട് എനിക്കറിയാം. അതുപോലെ ഫൗണ്ടേഷൻ യൂസ് ചെയ്യണമെങ്കിൽ ടിൻറ്റഡ് പ്രോഡക്ട്സ് എന്ന് പറയുമ്പോൾ കുറച്ചൊന്ന് ഹൈഡ്രേറ്റ് ആയിട്ട് ഇരിക്കാൻ നമ്മുടെ ഫേസിന് സ്യൂട്ട് ആവുന്നത് ടിൻറ്റഡ് ആണ്. പക്ഷെ എന്ത് ചെയ്യണം, നിങ്ങളുടെ സ്കിൻ ടൈപ്പ് അനുസരിച്ച് വേണം നിങ്ങളുടെ സൺസ്ക്രീൻ യൂസ് ചെയ്യാൻ. ടിൻറ്റഡ് പ്രോഡക്റ്റ് നോക്കിയാൽ അറിയാം. ഇപ്പോൾ നമ്മുടെ ഫ്ലിപ്പിലായാലും മിന്ത്രയിലായാലും നമുക്ക് നമ്മുടെ സ്കിൻ ടെക്സ്ചർ അനുസരിച്ച് നമുക്ക് പ്രോഡക്റ്റ് വാങ്ങാൻ പറ്റും. അപ്പോൾ നിങ്ങളൊന്ന് സ്യൂട്ട് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് അതനുസരിച്ചുള്ള കാര്യം കിട്ടും. പിന്നെ മെയിനായിട്ട് നമ്മുടെ ഫേസ് പോലെ തന്നെ ലിപ്പിലും നമുക്ക് ടിൻറ്റഡ് ലിപ് ബാംസ് ഒത്തിരി അവൈലബിൾ ആണ്. ഞാൻ ജസ്റ്റ് വേണമെങ്കിൽ ടാഗ് ചെയ്തേക്കാം ഞാൻ യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റ്. ഇതെല്ലാം നമ്മുടെ സ്കിൻ ടെക്സ്ചർ ഒന്ന് മാറാനും സ്കിന്നൊന്ന് ഹെൽത്തി ആയിരിക്കാനും സ്കിന്നൊന്ന് സോഫ്റ്റ് ആവാനും ഏറ്റവും നല്ലതാണ്. അതേമാതിരി തന്നെയാണ് പലരും ലിപ്സ്റ്റിക് യൂസ് ചെയ്യുന്ന ലിക്വിഡ് ഐറ്റംസ് ആണ്. അതിന് പകരം കുറച്ച് നാൾ ലിപ്സ്റ്റിക് ഒന്ന് മാറ്റിയിട്ട് ടിൻറ്റഡ് ലിപ് ബാംസ് ഒന്ന് യൂസ് ചെയ്തതിന് ശേഷം നമ്മുടെ എന്താ പറയുക ക്രീം ടൈപ്സ് വരുന്ന അതുപോലത്തെ നമ്മുടെ നോർമൽ ലോട്ടസിൻ്റെയോ ഈ ലാക്മിയുടെയോ പ്രോഡക്ട്സ് വരുന്ന ലിക്വിഡ് മാറ്റിയിട്ട് നോർമൽ ലിപ്സ്റ്റിക് ഒന്ന് യൂസ് ചെയ്ത് നോക്കിയാൽ ആ ഒരു ചേഞ്ചും നിങ്ങൾക്ക് അറിയാം. ഇതെല്ലാം നമ്മുടെ സ്കിന്നിൽ വരുന്ന ഡിഫറൻസ് ആണ്. ഇതൊക്കെ യൂസ് ചെയ്യുന്ന അനുസരിച്ച് നമ്മുടെ സ്കിന്നിന് നല്ലൊരു ആ ഒരു ടൈം നമുക്ക് അറിയാൻ പറ്റില്ല. പക്ഷെ കണ്ടിന്യൂസ് ആയിട്ട് ഈ ഒരു ചേഞ്ച് വരുമ്പോൾ നിങ്ങളുടെ സ്കിന്നിൽ ആ ഒരു ടെക്സ്ചർ ചേഞ്ച് നന്നായിട്ട് അറിയാൻ പറ്റും. പിന്നെ നിങ്ങൾക്ക് മേക്കപ്പ് യൂസ് ചെയ്യുന്നുണ്ട്, മേക്കപ്പ് യൂസ് ചെയ്തേ പറ്റണം, ഡബിൾ ക്ലെൻസിങ് മസ്റ്റായിട്ട് ചെയ്യുക. അത് പുറത്ത് പോയിട്ട് വരും, നമ്മളറിയാം. നമ്മൾ പുറത്ത് പോകുന്ന ടൈമിൽ നമ്മൾ മേക്കപ്പ് യൂസ് ചെയ്യും. പോയിട്ട് വരുന്ന ടൈമിൽ ലിപ്പിലായാലും ഫേസിലായാലും നെക്കിലായാലും ഡബിൾ ക്ലെൻസിങ് മസ്റ്റായിട്ട് ചെയ്യണം. അല്ലെങ്കിൽ സ്കിന്നിൻ്റെ ടെക്സ്ചറും സ്കിൻ ഇഷ്യൂസും കുറച്ച് മേക്കപ്പും നമ്മുടെ കണ്ടിന്യൂസ് ആയിട്ട് ഒത്തിരി ലോങ് ആയിട്ട് നമ്മുടെ ഫേസിൽ ഇരിക്കുന്നത് അത്രയും സ്കിന്നിന് ഡാമേജ് തന്നെയാണ്. എനിക്കത് തോന്നിയിട്ടുള്ള കാര്യമാണ്. ഇനി നോർമലി കൂടുതൽ കാര്യങ്ങൾ പറയണമെങ്കിൽ സൈഡിൽ ഡോക്ടറിനെ കൺസൾട്ട് ചെയ്ത് ചോദിക്കുന്നതായിരിക്കും നല്ലത്. പക്ഷേ ഇത്രയും കാര്യം ഇപ്പോൾ ടിൻറ്റഡ് സൺസ്ക്രീനും ടിൻറ്റഡ് മോയ്സ്ചറൈസേഴ്സും യൂസ് ചെയ്താൽ ജെൽ ടൈപ്പ് മോയ്സ്ചറൈസർ യൂസ് ചെയ്യുക. പ്രൈമറും ഫൗണ്ടേഷൻ എഫക്റ്റ് നിങ്ങൾക്ക് ടിൻറ്റഡ് പ്രോഡക്ട്സിൽ കിട്ടും. ഞാൻ ഏതൊക്കെയാണ്